ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് സമീപമുള്ള പ്രസിദ്ധമായ ഐരാവതേശ്വര ക്ഷേത്രത്തിലേക്കാണ്. 1987 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു വാസ്തുവിദ്യ വിസ്മയമാണ് ഈ ക്ഷേത്രം. 12-ാം നൂറ്റാണ്ടിൽ 1143-നും 1173-നും ഇടയിൽ രാജരാജ ചോളൻ രണ്ടാമനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയാണ് ഇതിൽ പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കമ്പിക്കൂടിനുള്ളിൽ കാണുന്നതാണ് മ്യൂസിക്കൽ സ്റ്റെപ്സ്. ഇതിലൂടെ നടന്നാൽ സപ്തസ്വരങ്ങൾ കേൾക്കാം. എന്നാൽ ഇതിൽ 10 പടികളുണ്ട്. അവസാനം 3 പടികൾ ഓം ശബ്ദത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ ഐരാവതേശ്വരൻ എന്ന പേരിൽ ശിവദേവനാണ്. അപ്പോൾ നമുക്ക് ഈ വിസ്മയം കണ്ടുവരാം. വാ. ഇന്ന് ഈ ക്ഷേത്രം വളരെ ചെറുതായി തോന്നുമെങ്കിലും ഒരു കാലത്ത് വളരെയധികം വലുതായിരുന്നുവെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. പണ്ട് അതിവിശാലമായ വീഥികൾ, പ്രാകാരങ്ങൾ, ഗോപുരങ്ങൾ എന്നിവയുണ്ടായിരുന്ന ഈ ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആരാൽ നശിപ്പിക്കപ്പെട്ടുവെന്ന് വ്യക്തമായ തെളിവുകളില്ല. എന്നിരുന്നാലും 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യന്മാരാണ് ഇതിന് കാരണമെന്ന് ചില രേഖകൾ സൂചിപ്പിക്കുന്നു. ഈ ക്ഷേത്ര നശീകരണത്തിൽ മുഗൾ ഭരണാധികാരികൾക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. എന്നാൽ അതിന് നേരിട്ടുള്ള തെളിവുകൾ ലഭ്യമല്ല. ഈ കാണുന്നതാണ് ലോകപ്രസിദ്ധ രഥമണ്ഡപം. കുതിരകളാൽ വലിച്ചുകൊണ്ടു പോകുന്ന രഥത്തിൻ്റെ രൂപത്തിൽ പണിത മണ്ഡപം. ഒരു കോടിയിൽ പല ശില്പങ്ങളുടെ ധാരാളിത്തം കൊണ്ട് സമ്പന്നമായ ഈ ക്ഷേത്രം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ്. ധാരാളം ശില്പങ്ങളും കൊത്തുപണികളുമുള്ള വിശാലമായ രഥമണ്ഡപമാണിത്. ഓരോ ചെറിയ ശില്പങ്ങൾ പോലും വളരെ കൃത്യതയോടും പൂർണ്ണതയോടും കൂടിയാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന് പ്രധാനമായി 2 ഐതിഹ്യങ്ങളാണുള്ളത്. അതിൽ തന്നെ പ്രശസ്തമായത് ഐരാവതത്തിൻ്റേതാണ്. പണ്ട് ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് സമ്മാനമായി ഒരു വിശിഷ്ടമായ പൂമാല കൊടുക്കുകയും ദേവേന്ദ്രൻ അത് ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വയ്ക്കുകയും ചെയ്തു. വിശിഷ്ടമായ പൂക്കളാൽ അലങ്കരിച്ചതുകൊണ്ട് തന്നെ വണ്ടുകൾ അതിലേക്ക് ആകൃഷ്ടരാകുകയും വണ്ടുകളുടെ ശല്യം കൊണ്ട് ഐരാവതം പൂമാല നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. ഇത് കണ്ടുവന്ന ദുർവാസാവ് മഹർഷി ദേവന്മാർക്ക് ജരാനരകളും ഐരാവതത്തിന് വിശിഷ്ട നിറമായ വെളുപ്പ് നഷ്ടമാകട്ടെ എന്നും ഭൂമിയിലെ മറ്റു ആനകളെപ്പോലെ ആകട്ടെ എന്നും ശപിച്ചു. അപ്രകാരം വെളുത്ത നിറം നഷ്ടപ്പെട്ട് ഭൂമിയിലെത്തിയ ഐരാവതം തൻ്റെ വെളുത്ത നിറം തിരികെ കിട്ടാനായി ശിവനെ തപസ് ചെയ്തു. ഐരാവതത്തിൻ്റെ തപസ്സിൽ മനസ്സലിഞ്ഞ ശിവൻ ഈ ക്ഷേത്രത്തിൽ കുളിച്ചു കയറിയാൽ വെളുത്ത നിറം തിരികെ കിട്ടുമെന്ന് അനുഗ്രഹിച്ചു. അപ്രകാരം ചെയ്ത ഐരാവതത്തിന് തൻ്റെ വിശിഷ്ട നിറം തിരികെ കിട്ടിയ സ്ഥലമായതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വര ക്ഷേത്രം എന്ന് പേര് കിട്ടാൻ കാരണം എന്നാണ് ഐതിഹ്യം. നിങ്ങളൊരു ആർക്കിയോളജിക്കൽ മാർവൽ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിങ്ങൾ സന്ദർശിക്കേണ്ട സുപ്രധാന സ്ഥലമാണ് തഞ്ചാവൂർ. അതിൽ തന്നെ ആൾത്തിരക്കൊഴിഞ്ഞ് സ്വസ്ഥമായി ദ്രാവിഡ വാസ്തുവിദ്യ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഐരാവതേശ്വര ക്ഷേത്രം.
ഈ യാത്ര നിങ്ങൾ ആസ്വദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു യാത്രയിൽ കണ്ടുമുട്ടും വരേക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം സഹയാത്രികൻ സൈനിങ് ഓഫ്.